കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥയിൽ പറയുന്ന ഒരാശയമാണ് ബി ചാരിറ്റബിൾ ഇൻ യുവർ തോട്ട്സ്. പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ചിന്തയിൽ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. അടുത്തുള്ളവരെ സ്നേഹിക്കാൻ കാരണങ്ങൾ കണ്ടെത്തി സ്നേഹിക്കുക. അവരുടെ വീഴ്ചകൾ കാണുമ്പോൾ അവർക്കായി നാം തന്നെ നമ്മുടെ മനസ്സിൽ ഒഴികഴിവുകൾ കണ്ടെത്തുക. അവരുടെ കുറവുകൾ കണ്ട് അവരെ വിധിക്കാതിരിക്കുക. കാരണം ഏതൊരു കലാകാരനും തൻ്റെ കലാസൃഷ്ടിയെ പുകഴ്ത്തുന്നതാണ് ഇഷ്ടം. അങ്ങനെ തന്നെയാണ് ദൈവത്തിനും. കുറവുകളും വീഴ്ചകളും ഉള്ളവരെ വിധിക്കരുത് എന്ന് പഠിപ്പിക്കുമ്പോഴാണ് കൊച്ചുത്രേസ്യ ഇത് പറയുന്നത്. സക്കേവൂസിന്റെ വീട്ടിൽ വിരുന്നു പോയപ്പോൾ ആളുകൾ പിറുപിറുത്തു, അവൻ പാപിയുടെ വീട്ടിൽ വിരുന്നു പോകുന്നു. സക്കേവൂസ് തൻ്റെ സ്വത്തെല്ലാം ഇരട്ടിയായി വീതിച്ചു നൽകി. ആളാകെ മാറി. യേശു വിരുന്നു കഴിഞ്ഞിറങ്ങിയത് ഒരു ദാനധർമ്മിയായ നീതിമാന്റെ വീട്ടിൽ നിന്നാണ്. തെറ്റുകൾ പറ്റുന്നവരെല്ലാം പാപികളും ദുഷ്ടരുമല്ല. മിക്കവരും തിരുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വിധിക്കാതിരിക്കാം. സ്നേഹിക്കാൻ കാരണങ്ങൾ കണ്ടെത്താം. ഇല്ലെങ്കിൽ ഇന്നലത്തെ ചുങ്കക്കാരൻ ഇന്ന് നീതിമാനായി മാറുമ്പോഴും നാം അന്നും ഇന്നും വഴിയരികിൽ നിന്ന് കുറ്റം പറയുന്നവരായി തുടരും.